സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡിസംബർ 2nd വീക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തത് ശരിവെച്ചുകൊണ്ടുള്ള ഒരു വേർഡിക്റ്റ് ആയിരുന്നു അത്. ഓക്കെ, അപ്പം ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ നോട്ടിൽ ഒരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു. അതായത് അതൊരു റെക്കമെൻഡേഷൻ ആണ്. അതായത് ഒരു ട്രൂത്ത് ആൻഡ് റീകൗൺസിലിയേഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതും ഇതാണ്: ട്രൂത്ത് ആൻഡ് റീകൗൺസിലിയേഷൻ കമ്മീഷൻ. അതെന്താണ് സംഭവം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ന്യൂസുകളെ ഡെയിലി കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം വരുന്ന ന്യൂസുകൾ മൊത്തം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലേണേഴ്സിന്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് കാണാവുന്നതാണ്. ഡെയിലി ന്യൂസ് അനാലിസിസ് യൂട്യൂബിലെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലേണേഴ്സിന്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ₹159 പെർ മന്ത് മാത്രം ചിലവായാൽ മതി. അതിനു വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇവിടെ ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരും. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് മുന്നേ നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്. സോ ഓൾറെഡി ഈ ഒരു ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ, ഒരു ട്രൂത്ത് ആൻഡ് റീകൗൺസിലിയേഷൻ കമ്മീഷൻ വേണം, അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് മെയിൻ ആയിട്ട് പോയിന്റ് ചെയ്യുന്നത് 1980കളുടെ അവസാനം കശ്മീർ വാലിയിൽ വലിയ രീതിയിൽ ഫേസ് ചെയ്തിട്ടുള്ള ഇൻസർജൻസി, അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ആ ഒരു വാലിയിൽ നടന്നിരുന്നു. ഓക്കെ, മാത്രമല്ല അവിടെയുള്ള ജനത, കശ്മീർ വാലിയിലുള്ള ജനത വലിയ രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസും അബ്യൂസസും ഫേസ് ചെയ്തിരുന്നു. ഫ്രം ബോത്ത് ദി സ്റ്റേറ്റ് ആസ് വെൽ ആസ് ദി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലാതെയുള്ള നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. സോ ആ ഒരു വിക്ടിംസിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കണം എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ജഡ്ജ്മെന്റ് കോപ്പിക്ക് ഒപ്പം വെച്ച എപ്പിലോഗില് സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കമ്മീഷന്റെ പേരിൽ നിന്ന് തന്നെ ട്രൂത്ത് ആൻഡ് റീകൗൺസിലിയേഷൻ, ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം, റീകൗൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് കമ്മിറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ഒന്ന് ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്, കുറച്ചുകൂടി നോർമൽ സ്റ്റേജിലോട്ട് വരാനായിട്ടുള്ള ഒരു ശ്രമം. അപ്പം ഇവിടെ എന്താണ് അദ്ദേഹം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷന്റെ റിയൽ പർപ്പസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീകൗൺസിലിയേഷൻ പ്രോസസ്സിനായിട്ടുള്ള ഒരു ശ്രമമാണ്. അതിനുവേണ്ടി ഇതിന് ഇരയായിട്ടുള്ള വിക്ടിംസ് അവരവരുടെ സ്റ്റോറീസ് പറയുക. അപ്പം ജസ്റ്റ് അവര് അണ്ടർഗോ ചെയ്തിട്ടുള്ള ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുക മാത്രമല്ല, അത് അക്നോളജ് ചെയ്യുക മാത്രമല്ല, ശരിക്കും എന്തായിരുന്നു റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി എന്തായിരുന്നു അവിടുത്തെ റോങ് ഡൂയിങ്സ് എങ്ങനെയൊക്കെ ആയിരുന്നു, ഗവൺമെന്റും നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള ആൾക്കാരും ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു, ആ ഒരു റിയൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക. പാസ്റ്റ് കോൺഫ്ലിക്ട്സിനെ റിയൽ ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യുകയും അത് റിസോൾവ് ചെയ്ത് ഒരു നോർമൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ആ ഒരു സമയത്ത്, ആ ഒരു വയലൻസ് നടക്കുന്ന സമയത്ത് വളരെയധികം ഡിവൈഡഡ് ആയിപ്പോയ സൊസൈറ്റിയെ തിരിച്ച് നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരികയും അവർ അണ്ടർഗോ ചെയ്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിനുള്ള ഒരു റീകൗൺസിലിയേഷൻ സ്റ്റെപ്പായിട്ട് ഈ ഒരു കമ്മീഷനെ കണക്കാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റിസ് ഇവിടെ ജഡ്ജ് ഉദ്ദേശിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, സോ ഈ ഒരു കമ്മീഷൻ വഴി നമ്മൾ അക്നോളജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ക്ലോഷർ ആൻഡ് റീപറേഷൻസ്, അല്ലെങ്കിൽ റീയുണൈറ്റിംഗ് ഓർ റീകൗൺസിൽ ചെയ്യുകയാണ് നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ. ഓക്കെ, അപ്പം ഇത് ഒരു ക്രിമിനൽ ബോഡി ആയിട്ടൊന്നും കൺവേർട്ട് ചെയ്യരുത് എന്ന് അദ്ദേഹം സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ടെമ്പററി ബോഡി ആയിരിക്കണം, ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലായിരിക്കണം ഈ ഒരു ട്രൂത്ത് ആൻഡ് റീകൗൺസിലിയേഷൻ കമ്മീഷൻ വർക്ക് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് വിക്ടിംസിനോട് പബ്ലിക് ആയിട്ടുള്ള ഹിയറിംഗ്സ് നടത്തുക, അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആരൊക്കെയാണോ ഈ പ്രശ്നങ്ങൾ പെർപിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്, സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഓക്കെ, അതിനുശേഷം ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള ഡയലോഗ്സിന്റെ ക്രിയേഷൻ, അതുവഴി നമുക്ക്
വിക്ടിംസിനെയും പെർപെട്രേറ്റേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് റീകൗൺസിലേഷന്റെ പാതയിലോട്ട് ഇത് വളരെ സ്പീഡിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതുവഴി സൊസൈറ്റിയെ റീസ്ട്രക്ചർ ചെയ്ത് ആ ഒരു ഡിവൈഡഡ് ആയിട്ടുള്ള ഫ്രാക്ചേർഡ് ആയിട്ടുള്ള സൊസൈറ്റിയെ ബാക്ക് ടു നോർമൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഒരു പണിഷ്മെന്റ് പെർസിക്യൂഷൻ ആംഗിളിലല്ല ഈ ഒരു കമ്മീഷൻ വർക്ക് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷന്റെ രൂപീകരണം എന്ന് പറയുന്നത് ആക്ച്വലി ലോകത്തിൽ ആദ്യമായിട്ടല്ല നടക്കുന്നത്. പല രാജ്യങ്ങളിലും ഓൾറെഡി ഇത് പ്രാക്ടീസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്ക, കാനഡ, ഓസ്ട്രേലിയ, ശ്രീലങ്ക തുടങ്ങി പല രാജ്യങ്ങളിലും ഇത് ഇംപ്ലിമെന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ, ട്രൂത്ത് ആൻഡ് റീകൗൺസിലിയേഷൻ കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങള് അവിടെ സൗത്ത് ആഫ്രിക്കയിൽ നമുക്കറിയായിരുന്നു അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പാർത്തൈഡ് ആയിരുന്നു. ഓക്കെ, അതായത് സ്കിൻ കളറിന്റെ ബേസിസിൽ വളരെ സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ പോസ്റ്റ് അപ്പാർത്തൈഡ് സെക്ഷനിൽ വന്നിരുന്ന ഫസ്റ്റ് ഗവൺമെന്റ് തന്നെ ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിക്കുകയും എന്തായിരുന്നു റിയൽ ട്രൂത്ത് എന്നുള്ളത് അൺകവർ ചെയ്യുകയും അവർ അണ്ടർഗോ ചെയ്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് അഡ്രസ് ചെയ്യുകയും അതുവഴി ഒരു ഹീലിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് അത് മാറ്റുകയും ചെയ്തിരുന്നു. ഓക്കെ, സോ ഇവിടെയും അതാണ് ആവശ്യമായിട്ട് പറയുന്നത്. അപ്പം ഇതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മളിപ്പം സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോഴെല്ലാം വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സി ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് ഈ ഫ്രാക്ചേർഡ് ആയിട്ട് ഡിവൈഡഡ് ആയി കിടക്കുന്ന സൊസൈറ്റിയെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഇനിഷ്യേറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഈ ഇൻസർജൻസിയുടെ ഭാഗമായിട്ട് കശ്മീർ വാലിയിൽ ഈ ഒരു വയലൻസ്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, അബ്യൂസസ് ഇതെല്ലാം പെർപിട്രേറ്റ് ചെയ്തിട്ടുള്ള നോൺ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുമ്പം ടെറർ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, ടെറർ ഗ്രൂപ്പ്സ് അവരോടും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുകൂടാതെ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഓൾസോ. കാരണം ഈ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് ആക്ച്വലി അതൊരു എത്തിക്കൽ ഡയലമയാണ്. കാരണം എല്ലാ ആൾക്കാരെയും നമുക്ക് പാസിഫൈ ചെയ്തുകൊണ്ട് ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട്, ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. സോ സെൻട്രൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ആ സമയത്ത് വലിയ രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഡിഫൻസ് ഫോഴ്സസിന് കൂടുതൽ പവർ കൊടുത്തിട്ടുള്ളത്, അതിന്റെ റിസൾട്ട് ആയിട്ട് വലിയ രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ആ ഒരു വാലിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നത് അതല്ല. ഓക്കെ, സോ ഇറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. പക്ഷെ ഇങ്ങനെ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക. ഇത് മാത്രമല്ല 1989-90 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ആ ഒരു ഇൻസർജൻസിയുടെ റിസൾട്ട് ആയിട്ട് മാസ് മൈഗ്രേഷൻ കശ്മീരി പണ്ഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നടത്തിയിരുന്നു. സോ ഇന്റർജനറേഷണൽ ട്രോമ ആൾക്കാർ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇന്റർജനറേഷണൽ ട്രോമ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമായിരിക്കണം എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല 2019 ഈ ഒരു ലെജിസ്ലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തും വലിയ രീതിയിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആ ഒരു വാലി നേരിട്ടിരുന്നു. അപ്പം ഇതിന്റെ ഒരു എക്സാബറേറ്റഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഏറ്റവും ഹൈ സ്കെയിലിലുള്ള ഒരു വയലേഷൻ ആ സമയത്തും നടന്നിരുന്നു. അൺലോഫുൾ ആയിട്ടുള്ള കുറെ കില്ലിങ്സ്, അതുപോലെ തന്നെ ആർബിട്രറി ഡിറ്റൻഷൻസ്, അവരുടെ ബേസിക് റൈറ്റ്സിന്റെ ഒരു വയലേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ. സോ അതിനെല്ലാം ഇരയായിട്ടുള്ള വിക്ടിംസിനോടും അതുപോലെ തന്നെ പെർപിട്രേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനോടും ഒരുമിച്ച് സംസാരിക്കുന്ന അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്സിലോട്ട് അല്ലെങ്കിൽ ഒരു റീയുണൈറ്റ് ചെയ്ത് ഒരു നോർമൽ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ്, അതാണ് ഈ ഒരു കമ്മീഷൻ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ അദ്ദേഹം നൽകുമ്പോൾ തന്നെ ഇതിന് കുറെ അധികം ലിമിറ്റേഷൻസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഇതിൽ അണ്ടർഗോ ചെയ്തിട്ടുള്ള വിക്ടിംസ് കുറെ പേര് ഇപ്പം ജീവനോടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു കമ്മീഷൻ ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ ഒരു ഇൻസർജൻസിക്ക് ശേഷം വരുമ്പം കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ആ ഒരു ഫ്രാക്ചർഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫ്രാക്ചർഡ് സൊസൈറ്റിയെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പം പ്രസന്റ്ലി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ലെസ് എഫക്റ്റീവ് ആണ്. ബട്ട് സ്റ്റിൽ ഇതില് ഈ ഒരു വിക്ടിംസ് അണ്ടർഗോ ചെയ്തിട്ടുള്ള അവരുടെ ഹ്യൂമൻ റൈറ്റ്സ്, അവരുടെ റൈറ്റ്സിന്റെ വയലേഷൻ അത് അഡ്രസ് ചെയ്യാനുള്ള ഏക ഒരു മാർഗം മാത്രമായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം
ഓൾറെഡി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റോട് കൂടി ഫൈനൽ വേർഡിക്റ്റോട് കൂടി ആർട്ടിക്കിൾ 370യുടെ അബ്രോഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്ലോഷ്യർ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസർജൻസിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല രീതിയിലുള്ള വയലേഷൻസ്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് അണ്ടർഗോ ചെയ്തിട്ടുള്ള വിക്ടിംസ്, മൈഗ്രേഷൻ അണ്ടർഗോ ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു ക്ലോഷറിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഡെയിലി കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം വരുന്ന ന്യൂസുകൾ മൊത്തം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലേണേഴ്സിന്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് കാണാവുന്നതാണ്. ഡെയിലി ന്യൂസ് അനാലിസിസ് യൂട്യൂബിലെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലേണേഴ്സിന്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ₹159 പെർ മന്ത് മാത്രം ചിലവായാൽ മതി. അതിനു വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇവിടെ ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരും. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് മുന്നേ നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.